ഓക്കെ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിധു ഹരിദാസ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ഇമ്മ്യൂണിറ്റി നമുക്കുണ്ടോ എന്നുള്ളതിനെ പറ്റിയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ സന്ദീപ് സാർ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞു, ഇന്നത്തെ ഒരു അവസ്ഥ 2-3 ദിവസമായിട്ടുള്ള മഴ, എല്ലാ രീതിയിലും പകർച്ചവ്യാധികൾ ഉണ്ടാവുന്ന സമയം. നമ്മളിപ്പോ കൊറോണ അവിടെ ഇവിടെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ കൊറോണ വന്നിരുന്ന സമയത്താണ് നമ്മൾ എല്ലാവരും പേടിച്ചിരുന്ന ഒരു കാര്യം, ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് സത്യം പറഞ്ഞ കൊറോണ വന്ന സമയത്തായിരുന്നു, അല്ലെ? അപ്പൊ ഈ ഈ ഈ ഒരു കൊറോണയുടെ പ്രശ്നം കൊണ്ടിട്ടാണോ നമുക്ക് എല്ലാവർക്കും അസുഖം വന്നത്? പല ആൾക്കാർക്കും നമുക്കറിയാം, ഒരു കുടുംബത്തിൽ ഉണ്ടായിരുന്ന പല വ്യക്തികളിൽ ചില ആൾക്കാർക്ക് കൊറോണ വന്നില്ല, ഒരു വീട്ടിൽ നിന്നിട്ട് പോലും അവർക്ക് അസുഖങ്ങൾ വന്നില്ല. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ പനി, ജലദോഷം അല്ലെങ്കിൽ എന്തെങ്കിലും വൈറൽ ഫീവേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും വരില്ല, ചില ആൾക്കാർക്ക് മാത്രം വരും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അത് കൊറോണയുടെയോ വൈറസിന്റെയോ അല്ലെങ്കിൽ പകർച്ചവ്യാധി ഇതിന്റെ പ്രശ്നങ്ങളല്ല. നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവുന്ന ഇമ്മ്യൂണിറ്റി കുറവാണ് ഈ ഇങ്ങനെയുള്ള അസുഖങ്ങളെ പെട്ടെന്ന് നമ്മൾ എന്താ പറയാ പിടിച്ചെടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യം എത്രത്തോളം സ്ട്രോങ് ആണ്, എത്രത്തോളം നമ്മൾ അതിനകത്ത് ഇമ്മ്യൂൺഡ് ആണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചെക്ക് ചെയ്യണം. നമുക്കറിയാം, ഇപ്പൊ സ്കൂൾ തുറക്കുന്ന സീസൺ ആണ്. എല്ലാവരും ഇപ്പൊ ഈ ഒരു സാധാരണ ജൂൺ 1-ാം തീയതിയാണ് മഴ സ്റ്റാർട്ട് ചെയ്യാറ്. സ്കൂള് ഇപ്പൊ നമുക്ക് വേനൽ മഴ എന്ന് പറയുന്നത് പോയിട്ട് നേരത്തെയായി. നമ്മുടെ എല്ലാ മഴയും ഇപ്പൊ കാലവർഷം നേരത്തെ തുടങ്ങാം. മെയ് 15 ആകുമ്പോ തന്നെ കാലവർഷം തുടങ്ങാണ്. അപ്പം മുതൽ കുട്ടികൾ ഇപ്പൊ ഓരോ സ്കൂൾ തുറക്കുമ്പോ തന്നെ അസുഖങ്ങളിലേക്ക് പോവാണ്. അപ്പൊ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോണത്, എങ്ങനെ നമുക്ക് ഈ സമയത്ത് ഇതിനെ എങ്ങനെ പ്രതിരോധിച്ച് നിർത്താം, എങ്ങനെ നമ്മുടെ അസുഖങ്ങൾ ഈ വൈറൽ ഫീവറിനോട് ഒപ്പം ഓരോ സീസൺ വരുമ്പോഴും അസുഖങ്ങളിലേക്ക് പോവാണ്ട് എങ്ങനെ ഒരു ആരോഗ്യമുള്ള ശരീരത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാം, എങ്ങനെ നമുക്ക് ഇമ്മ്യൂണിറ്റി നിലനിർത്താം എന്നുള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതിനകത്ത് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന 2-3 പ്രോഡക്റ്റുകളാണ്. അപ്പൊ ഇന്ന് നമുക്കറിയാം, ഈ എന്താ പറയാ, പല രീതിയിലാണ് ഓരോ ആൾക്കാർക്ക് സിംറ്റംസ് കാണിക്കണേന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ എന്റെ ശരീരത്തിൽ എങ്ങനെയാണോ രോഗം വരുന്നത് അങ്ങനെ ആയിരിക്കില്ല വേറൊരാളുടെ ശരീരത്തിൽ കാണിക്കുന്ന സിംറ്റംസ് വേറെ ആയിരിക്കാം. അപ്പൊ നമുക്ക് ഇമ്മ്യൂണിറ്റി നിലനിർത്താം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കവചപ്രാശം എന്നുള്ള പേരിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. കവചപ്രാശം എന്നുള്ള പേര് തന്നെ നമുക്കറിയാം, കവചം എന്ന് വെച്ച ഒരു ഷീൽഡാണ്, പ്രാശം എന്ന് പറയുന്ന ഭക്ഷണം എന്നാണ്. അപ്പൊ നമുക്ക് ഒരു രോഗത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു ഭക്ഷണമാണ്. ആഹാരം നമ്മൾ രോഗം വരുമ്പോൾ മാത്രമല്ലല്ലോ കഴിക്കുന്നത്, ആഹാരം നമ്മൾ എന്നും കഴിക്കുന്നതാണ്, അല്ലെ? അതേപോലെ എന്നും കഴിക്കാവുന്നത്, ഏത് സീസണിലും കഴിക്കാവുന്നത്, 365 ദിവസം കഴിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ കവചപ്രാശം എന്ന് പറയുന്നത്. അപ്പൊ അതൊരു പ്രാശമാണ്, അതൊരു ഭക്ഷണമാണ്. ആ ഭക്ഷണം സ്ഥിരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി കൂട്ടുമ്പോഴും നമുക്ക് പല രോഗങ്ങളെ ഒരു ഷീൽഡായിട്ട് നിന്നുകൊണ്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ഈ ഒരു കോമ്പിനേഷൻ ഓഫ് ഹെർബ്സ് ചെയ്യണത്. അപ്പൊ ഇവിടെ നമുക്ക് ദിവസവും സേവിക്കാവുന്ന ഈ കവചപ്രാശം ഒരു രസായനത്തിന്റെ ഫോമിലാണ് ചെയ്തേക്കുന്നത്. അതായത് മുഴുവൻ കോശങ്ങളിലേക്കും വേണ്ട ന്യൂട്രിയൻസ് ആണ് ഈ രസായനം നമുക്ക് വേണ്ടി ചെയ്യണത്. എല്ലാ കോശങ്ങളിലേക്കുള്ള ന്യൂട്രിയൻസും ഇത് ഹെൽപ്പ് ചെയ്യണം. നമുക്കറിയാം, രസായന ചികിത്സയിൽ കൂടെ നമുക്ക് വാർദ്ധക്യം നീട്ടിക്കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നതാണ്. ഫിസിക്കലിയും മെന്റലിയും നമ്മളെ ഫിറ്റ് ആക്കാനായിട്ട് നമുക്ക് രസായന ചികിത്സകൾ ഉണ്ട്. അപ്പൊ ആരോഗ്യമുള്ളവന്റെ ഒരു ആരോഗ്യ പരിപാലനവും ആണ് ആയുർവേദം മെയിൻ ആയിട്ട് പറയുന്നത്. അതിന്റെ കൂടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യണതും ഒരു ആയുർവേദം സ്ഥിരമായിട്ട് ഒരു ദിനചര്യ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഇമ്മ്യൂണിറ്റിയും വളരെ ഹൈ ആയിട്ട് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഇന്നിവിടെ ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ കവചപ്രാശത്തിനകത്തുള്ള കണ്ടന്റ്സ് ഒരു 20-ൽ പരം ഒരു ഹെർബ്സ് ഇതിനകത്തുണ്ട്. എല്ലാം നമുക്കിപ്പോൾ പറയാൻ സാധ്യമല്ല. പക്ഷെ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്ന കുറച്ച് ഹെർബ്സിനെ പറ്റി ഞാനിവിടെ പറയാം. അതിൽ ഫസ്റ്റ്
നെല്ലിക്ക. നമുക്ക് എല്ലാവർക്കും അറിയാം നെല്ലിക്ക എന്ന് പറയുന്ന ഹൈ സോഴ്സ് ഓഫ് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വളരെ നല്ലതാണെന്ന് നമുക്കറിയാം. അപ്പൊ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി ആണ് ഈ നെല്ലിക്ക ഇതിനകത്ത് തരുന്നത്. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ടും ഈ നെല്ലിക്ക നമ്മളെ ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ കണ്ണിന്റെ സൈറ്റ്, ഐസൈറ്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നെല്ലിക്ക ഹെൽപ്പ് ചെയ്യണം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യും. ഓൾഡ് ഏജ് ഡിസീസുകളെ നീട്ടിക്കൊണ്ടുപോകാൻ, അതായത് അതിനെ എന്താ പറയുക, നീട്ടി കൊണ്ടുപോകാനായിട്ട് ഈ ഒരു കഴിവ് നെല്ലിക്കയ്ക്കുണ്ട്. ഇതിനകത്ത് മെയിൻ കണ്ടന്റ് നെല്ലിക്കയാണ്. നെല്ലിക്ക, ശർക്കര അങ്ങനെയുള്ള ഒരു കോമ്പിനേഷനാണ്. പിന്നെ വരുന്നത് കുറുന്തോട്ടി. കുറുന്തോട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം വാദം കണക്റ്റഡ് ആയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യണ ഒന്നാണ് കുറുന്തോട്ടി. അപ്പൊ വാദം ആയിട്ടുള്ള അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്കൊരു റിലീഫ് കിട്ടാനും നീർക്കെട്ട്, വേദന, ജോയിന്റ് പെയിൻസ് ഇങ്ങനെ എല്ലാത്തിനും തടഞ്ഞു നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ് ഈ കുറുന്തോട്ടി. പിന്നെ വരുന്ന ശതാവേരി കിഴങ്ങ്. അത് ഭയങ്കരമായിട്ട് നീർക്കെട്ട് കളയാനായിട്ട് വളരെ നല്ലത്. ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയാണ് ഈ പറയുന്ന ശതാവേരി കിഴങ്ങിനുള്ള. പിന്നെ കൂവളത്തിനും അതേപോലെ തന്നെ നീർക്കെട്ടിന് വളരെ നല്ലതാണ്. അമുക്കുരം ഉണ്ട്. അമുക്കുരം എന്ന് പറയുന്നത് നമ്മുടെ അശ്വഗന്ധം. അത് ബ്രെയിൻ ടോണിക് ആണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ബ്രെയിനിന് വളരെ എഫക്റ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യണതും അത് അതിന്റെ എനർജി ബൂസ്റ്റിങ്, അതിന്റെ പ്രവർത്തനത്തിനും വളരെയധികം ഹെൽപ്പ് ചെയ്യണതാണ് അശ്വഗന്ധം. അത് സ്ട്രെസ് ടോളറൻസ് കപ്പാസിറ്റി കൂട്ടാനും വളരെ നല്ലതാണ്. നാഗകേസരം എന്ന് പറയുന്നത് ഒരു ഹേർബ് ഉണ്ട്. അത് ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കൂടാണ്ട് ഫ്രീ റാഡിക്കൽസിനെ കളയാനായിട്ടും അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനും വളരെ നല്ലതാണ്. ഇതിന്റെ ഒരു ഗുണം, ഈ കവചപ്രാശം യൂസ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇമ്മ്യൂണിറ്റി വളരെയധികം ഇംപ്രൂവ് ചെയ്യുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചുമ, മറ്റേ ജലദോഷം, തലവേദന, പനി ഇങ്ങനെയുള്ളതിനെ വളരെയധികം തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കൂടാണ്ട് റെസ്പിറേറ്ററി ഹെൽത്തിന് വളരെ നല്ലതാണ് ഈ കവചപ്രാശം. നമുക്ക് ഈ റെസ്പിറേറ്ററി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ പനി, ഈ സീസണുകളിൽ വരുന്ന എല്ലാ അസുഖങ്ങളും ഈ റെസ്പിറേറ്ററി ട്രാക്കിനെ ബേസ് ചെയ്ത് വരുന്നതാണ്. ചുമ, പനി, കഫക്കെട്ട്, തലവേദന, സൈനസ്, ഇതൊക്കെ നമുക്ക് ഈ മഴക്കാലത്ത് വരുന്ന ഇഷ്യൂസ് ആണ്. അതിനെ ചെറുത്ത് നിർത്താനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ശരീരം പുഷ്ടിക്കാനായിട്ടും പോഷകക്കുറവുകൾ നികത്താനും വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ടും ഓർമ്മക്കുറവ് പരിഹരിക്കാനും നല്ലതാണ്. ഇതിനകത്ത് ബ്രഹ്മി അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് സ്ഥിരം കൊടുക്കാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ വരുന്നത് നമുക്ക് ജരാനരകള് ചെറുക്കാനും വളരെ നല്ല. ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്തും സ്റ്റാമിന ഇൻക്രീസ് ചെയ്യാനും, ഏത് ഏജിലും ഏത് മരുന്നുകൾ കഴിക്കണ്ടെങ്കിലും അതിന്റെ കൂടെ നമുക്ക് കഴിക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കവചപ്രാശം. ഒരു സ്പൂൺ 6 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഒരു സ്പൂൺ വെച്ച് ഡെയിലി കൊടുക്കാം. അത് ചപ്പാത്തിയിലോ ബ്രെഡിലോ ഒക്കെ തേച്ച് കഴിക്കാൻ കുട്ടികൾ റെഡി ആണെങ്കിൽ വളരെ നല്ലത്. അതിന്റെ കൂടെ നമുക്ക് പാല് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ആവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ച കവചപ്രാശം. അപ്പൊ ഇമ്മ്യൂണിറ്റി കൂട്ടാനും നമ്മുടെ രോഗങ്ങളെ ചെറുത്ത് നിർത്താനും നമ്മൾ ഒരു മഴ വരുമ്പോ എടുത്ത് കഴിക്കുകയല്ല വേണ്ടേ. ഇത് നമുക്ക് എല്ലാ കാലത്തും കഴിക്കാം. നമ്മുടെ കുട്ടികളിലും നമുക്ക് ഓരോരുത്തർക്കും അസുഖം വരുന്നതിന്റെ ഫ്രീക്വൻസി കുറഞ്ഞു വരുന്ന കാണാൻ പറ്റും ഇത് സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ. അപ്പൊ ഒരു ഫാമിലി ടോണിക് ആയിട്ടോ, നമ്മുടെ ഫാമിലിക്ക് എല്ലാവർക്കും, വയസ്സായ ആൾക്കാർ വരെ, കുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ കവചപ്രാശം.